السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد. ആദരണീയരായ സഹോദരങ്ങളെ, ഒക്ടോബർ മാസം 24-ാം തീയതി സഖാഫത്തു തബർറു, ദാനം എന്ന സംസ്കാരത്തെക്കുറിച്ചാണ് UAE ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വമാ തഫ്അലൂ മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ് വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ എന്തു നന്മ ചെയ്താലും അള്ളാഹു അതറിയും. നിങ്ങൾ യാത്രക്കാവശ്യമായ വിഭവങ്ങൾ ഒരുക്കുക. യാത്രാവിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഭയഭക്തിയാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമാണ്. സത്യവിശ്വാസികളെ, ഇന്നു നാം സംസാരിക്കുന്നത് വിശ്വാസപരമായ ഒരു ഉന്നത മൂല്യത്തെക്കുറിച്ചും മാനവികമായ ഒരു സംസ്കാരത്തെക്കുറിച്ചുമാണ്. നാം സമ്പൂർണരായിത്തീരുന്നതിൻ്റെ അടിത്തറയാണത്. ഉത്തരവാദിത്വബോധത്തിൻ്റെ അന്തസത്തയും ഔന്നത്യത്തിൻ്റെ പരകോടിയുമാണത്. അതായത് ദാനം എന്ന സംസ്കാരത്തെക്കുറിച്ചാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നൽകിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, അവൻ്റെ പ്രീതിയിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നൽകുന്നവരെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ നമുക്ക് ധാരാളം മാർഗങ്ങളുണ്ട്. വിവിധ വാതിലുകൾ തുറന്നു കിടപ്പുണ്ട്. പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നന്മയും ദാനമാണ്. ഈ വിശുദ്ധമായ വചനത്തിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരുടെ ഹൃദയത്തിൽ ദാനം എന്ന സംസ്കാരം നട്ടുപിടിപ്പിക്കുകയായിരുന്നു. ദാനത്തിൻ്റെ ഒരു വാതിലടഞ്ഞുപോയാൽ മറ്റൊന്ന് തുറന്നു വരും. നന്മകളിൽ ധനം ചെലവഴിക്കുന്നത് ദാനമാണ്. പള്ളികളും ആശുപത്രികളും നിർമ്മിക്കുന്നത് ദാനമാണ്. നമ്മുടെ അറിവും അനുഭവങ്ങളും മറ്റുള്ളവർക്കു പകർന്നു നൽകുന്നത് ദാനമാണ്. ജനങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നത് ദാനമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തഅദ്ദിലു ബൈനൽ ഇസ്നൈനി സദഖ, രണ്ടാളുകൾക്കിടയിൽ താങ്കൾ നീതി നടപ്പിലാക്കുന്നത് ദാനമാണ്. وتعين الرجل في دابته فتحمله عليها أو ترفع له عليها متاعه صدقة, ഒരാളെ വാഹനത്തിൻ്റെ കാര്യത്തിൽ സഹായിക്കുന്നത്, ഒന്നുകിൽ ആ വാഹനത്തിൽ കയറാൻ അയാളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ചരക്കുകൾ ആ വാഹനത്തിലേക്ക് എടുത്തു വച്ച് അയാളെ സഹായിക്കുന്നത് എല്ലാം ദാനമാണ്. വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, മറ്റുള്ളവരോട് നാം പറയുന്ന ഒരു നല്ല വാക്ക് ദാനമാണ്. വതുമീതുൽ അദാ അനിത്വരീഖി സദഖ, ആളുകൾ നടന്നു പോകുന്ന വഴിയിലെ ഒരു തടസ്സം നീക്കുന്നത് ദാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ്? വ അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കർമ്മമേതാണ്? പ്രവാചകർ പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരൻ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ്. വ അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമെന്നാൽ തൻ്റെ സഹോദരന് നാം പകർന്നു നൽകുന്ന സന്തോഷമാണ്. ഔ തക്ഷിഫു അൻഹു കുർബതൻ ഔ തഖ്ലി അൻഹു ദൈന ഔ തത്റുദു അൻഹു ജുഅ, അതല്ലെങ്കിൽ അവൻ്റെ ഒരു ബുദ്ധിമുട്ട് നാം ദൂരീകരിച്ചു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അവൻ്റെ കടം നാം വീട്ടിക്കൊടുക്കുന്നതാണ്, അതുമല്ലെങ്കിൽ അവൻ്റെ വിശപ്പ് നാം അകറ്റുന്നതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരാമർശിച്ച കാര്യങ്ങളെല്ലാം ദാനത്തിൻ്റെ വിവിധ മാർഗങ്ങളാണ്, വ്യത്യസ്ത വാതിലുകളാണ്. നാം ചെയ്യുന്ന ദാനങ്ങളിൽ അതിമഹത്തരവും ഏറെ ഉപകാരപ്രദവുമായ ഒന്ന് ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുക എന്നതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ആളുകൾക്ക് വെള്ളമെത്തിച്ചു കൊടുക്കാനായി സന്നദ്ധ സേവനം ചെയ്യുന്ന
ഒരു കൂട്ടം ആളുകളുടെ സമീപത്തുകൂടി നടന്നുപോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇഅ്മലു ഫഇന്നകും അലാ അമലിൻ സ്വാലിഹ്. നിങ്ങൾ തുടർന്നുകൊള്ളുക, അതിമഹത്തരമായ ഒരു സൽക്കർമ്മമാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, ലൗലാ അൻ തുഗ്ലബു ലനസൽതു ഹത്താ അളഅൽ ഹബ്ല അലാ ഹാദിഹി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം വന്ന് ഇതിൽ പങ്കാളിയാകുമായിരുന്നു. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ദാനധർമ്മങ്ങളിൽ നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താൽപ്പര്യവും ശ്രദ്ധയുമാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. സത്യവിശ്വാസികളെ, ദാനധർമ്മങ്ങളിൽ ഏറെ ഫലപ്രദവും വലിയ സ്വാധീനവുമുള്ള മറ്റൊന്ന് നാം വഖഫ് ചെയ്യുക എന്നതാണ്. കാരണം അതെന്നെന്നും നിലനിൽക്കുന്ന ദാനമാണ്. മതപരമായ നിയമങ്ങൾക്കും ഔദ്യോഗിക നിബന്ധനകൾക്കും വിധേയപ്പെട്ടുകൊണ്ട് രക്തവും സെല്ലുകളും അവയവങ്ങളും ദാനം ചെയ്യുന്നതാണ് ഏറെ മഹത്തരമായ മറ്റൊരു ദാനധർമ്മത്തിൻ്റെ മാർഗം. ഇത്തരം ദാനങ്ങൾ വഴി നാം മനുഷ്യജീവന് സംരക്ഷണം നൽകുകയാണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ എന്നാണ്. ഒരാളുടെ ജീവൻ നിലനിർത്തുവാൻ സഹായിക്കുന്നുവോ അവൻ ലോകത്തെ മുഴുവൻ ആളുകൾക്കും ജീവൻ നൽകുന്നവനെ പോലെയാണ്. രക്തവും അവയവവുമൊക്കെ നാം ദാനം ചെയ്യുമ്പോൾ അതിലൂടെ ആത്മാവുകൾ ജീവിക്കുകയാണ്. കുടുംബങ്ങളിൽ സന്തോഷം പരക്കുകയും പ്രതീക്ഷ അവരിലേക്ക് തിരിച്ചു വരികയുമാണ്. ഇതിലേറെ പുണ്യമുള്ളതും മഹത്തരമായതുമായ സംഭാവന മറ്റെന്തുണ്ട്? അതുകൊണ്ട് ദാനധർമ്മങ്ങളുടെ വിവിധ മേഖലകളിലൂടെ കരുണയുടെ, മാനവസ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ സന്ദേശം നമുക്ക് പ്രചരിപ്പിക്കാം. സത്യവിശ്വാസികളെ, ദാനമെന്നത് വെറുതെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതൊരു ഉറച്ച സ്വഭാവമാണ്, നിലനിൽക്കേണ്ടുന്ന ഒരു പ്രകൃതമാണ്. ദാനം ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെയും ഇഴയടുപ്പത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. സമൂഹത്തിൻ്റെ പരസ്പര അനുകമ്പയെയും അവർക്കിടയിലെ കൂട്ടുത്തരവാദിത്ത ബോധത്തെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. ദാനം ചെയ്യുന്നവൻ സന്തോഷമനുഭവിക്കുന്നു, മനസ്സിന് ആശ്വാസം കൈവരിക്കുന്നു. അള്ളാഹു പറഞ്ഞതുപോലെ, വലസൗഫ യർദ, ദാനം ചെയ്യുന്നവന് ഒരു സംതൃപ്തി കൈവരാനുണ്ട്. ദാനധർമ്മത്തിലൂടെ നമ്മുടെ മനസ്സ് പിശുക്കിൽ നിന്ന് മോചനം നേടുന്നു, ലുബ്ധിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നു. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സ്വന്തം മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് ആരാണോ മോചിതരായത് അവർ തന്നെയാണ് വിജയം നേടിയവർ. മാത്രമല്ല, അന്ത്യനാളിൽ ഭൂമിയിൽ ദാനം ശീലമാക്കിയവർക്ക് അവർ ചെലവഴിച്ചതിൻ്റെ 10 മടങ്ങ് അള്ളാഹു പ്രതിഫലമായി നൽകുകയും ചെയ്യും. അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്ന എന്തിനും അള്ളാഹു പകരം നൽകും. നിങ്ങൾക്ക് അന്നം നൽകുന്നവരിൽ ഏറ്റവും ഉന്നതനായവൻ അള്ളാഹുവാണ്. വീണ്ടും അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ അഫലാ തഅഖിലൂൻ. അത്യുത്തമമായത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ്, എന്നെന്നും നിലനിൽക്കുന്നതും അതുതന്നെയാണ്. എന്നിട്ടും നിങ്ങളെന്തേ ചിന്തിക്കാത്തത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഒരിക്കലും ദാനധർമ്മത്തിൻ്റെ പുണ്യവും മഹത്തായ പ്രതിഫലവും നമുക്ക് വേണ്ടെന്ന് വെക്കരുത്. അത് നമുക്ക് സാധ്യമാവുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ കൊണ്ടായാലും ദാനം നമ്മുടെ കുടുംബത്തിൻ്റെ സംസ്കാരമായി മാറണം. നമ്മുടെ മക്കളിൽ ദാനശീലം നാം നട്ടുവളർത്തണം. അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ പ്രീതി നേടാനാവും. നമ്മുടെ സമൂഹത്തിൽ സന്തോഷം കളിയാടും. ഫല്ലാഹുമ്മ ജഅലി തബർറുഅ സഖാഫതന വൽ അതാഅ നഹ്ജന. അള്ളാഹുവേ, ദാനം നീ ഞങ്ങളുടെ സംസ്കാരമാക്കണമേ. മറ്റുള്ളവർക്കു നൽകുന്നത് നീ ഞങ്ങളുടെ ജീവിത രീതിയാക്കണമേ. വൽ കറമ ഖുലുഖന വസ്സഖാഅ ശീമതന. ഔദാര്യം ഞങ്ങളുടെ സ്വഭാവവും വിശിഷ്ട ഗുണവുമാക്കി മാറ്റണമേ.
വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.